30/7/2025 വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം എന്നിയിടങ്ങളിൽ പുന്നപ്പുഴയുടെ ഇരുകരകളിലുമായി 8 കിലോമീറ്റർ ദൂരം ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ബാധിച്ച ഉരുൾപൊട്ടൽ ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ഭയാനകമായ ദുരന്തങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെവിടെയെങ്കിലും ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 266 പേരുടെ മരണത്തിനിടയാക്കി ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. 32 പേരെ ഇതിനകം കാണാതായിട്ടുമുണ്ട്. അവരെയും മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. സാർ, ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർ വെറും സർക്കാർ കണക്കുകളല്ല സാർ, അവർ ഓജസ്സുള്ള മനുഷ്യരാണ് എന്ന സമീപനം തന്നെയാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ദുരന്തബാധിതരെ ചേർത്തുപിടിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമീപനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാണ് സമാനതകളില്ലാത്ത ഈ ദുരന്ത പ്രവർത്തനത്തിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയായത്. സാർ, അന്ന് രാവിലെ 4 മണിക്ക് KSTM ഇരിക്കുമ്പോൾ ആദ്യം പുറത്തു നിന്ന് ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞതിന് ശേഷം MLA കഴിഞ്ഞതിന് ശേഷം ആദ്യം വിളിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപന പരിപാടികൾക്ക് നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ നിമിഷം മുതൽ ഇതുവരെ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അഭിമാനകരമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയയിലാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇടപെട്ടത്. സാർ, 23 ദിവസത്തിനുള്ളിൽ ദുരന്തബാധിതരായ എല്ലാ കുടുംബങ്ങളെയും, ദുരന്ത മേഖലയിലുള്ളവരെയും, ഭയചകിതരായ കുടുംബങ്ങളെയും നമുക്ക് വാടക വീടുകളിലേക്ക് മാറ്റാൻ സാധിച്ചു. സാർ, 300 രൂപയുടെ ജീവനോപാധി സഹായം 2181 വ്യക്തികൾക്ക് 3 മാസം നൽകി. ഇനി 9 മാസം കൂടി നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. സാർ, ക്രിസ്തുമസ് പുതുവത്സര ആശംസകളുടെ ഭാഗമായി 2000 രൂപയുടെ കിറ്റുകൾ 186 ആളുകൾക്ക് നൽകി. 1000 രൂപയുടെ പലവ്യഞ്ജന കൂപ്പൺ പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ എല്ലാ കുടുംബങ്ങൾക്കും നൽകാനായി നാം തീരുമാനിച്ചു. സാർ, കുടുംബശ്രീ മുഖാന്തരം ദുരന്തബാധിതരുടെ ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ തയ്യാറാക്കി. സാർ, ഇവിടെ നമ്മൾ ഒരുമിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ടൗൺഷിപ്പിൽ വീട് വയ്ക്കാനോ 15 ലക്ഷം രൂപ അർഹതയുള്ള ദുരന്തബാധിതരെ കണ്ടെത്തുവാൻ ചില മാനദണ്ഡങ്ങൾ തയ്യാറാക്കി. സാർ, ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച അവശിഷ്ടങ്ങൾ വന്നു പതിച്ച് ഇടങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, ഉരുൾപൊട്ടൽ മൂലം നോഗോഡ് സോണായി മാറിയ ഭൂമിയിൽ വസിക്കുന്ന കുടുംബങ്ങൾ, ഉരുൾപൊട്ടൽ മൂലം ജനാവാസം ഇല്ലാതായതിനാൽ ഒറ്റപ്പെട്ടു പോകുന്ന നോഗോ സോൺ അതിർത്തിയിൽ 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ എന്നിങ്ങനെയാണ് സാർ ആ മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചു. മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും സർക്കാരിനുമുണ്ട് എന്ന് കോടതി വാദങ്ങൾക്കിടയിൽ വ്യക്തമാക്കി. സാർ, ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B 3 പട്ടികകൾ. ഒന്നാമത്തെ ലിസ്റ്റ് 242 കുടുംബങ്ങൾ. DDMA ആണ് സാർ അതിൻ്റെ അതോറിറ്റി. DDMA അത് നിശ്ചയിച്ചു. അവർ തന്നെ പരാതി കേട്ടു. അവർ തന്നെ അന്തിമമായി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. സാർ, ഫേസ് 2A ജോൺ മത്തായി നിർദ്ദേശിച്ച നോഗോ സോണിനകത്തുള്ള കുടുംബങ്ങൾ, അവരുടെ ലിസ്റ്റും തയ്യാറായി പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിയറിംഗ് നടത്തി അന്തിമ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. 2B ലിസ്റ്റ് സാർ, അത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഐസൊലേറ്റഡ് ആയ കുടുംബങ്ങൾ, അവരുടെ കരട് പട്ടിക തയ്യാറാക്കി അപ്പീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ ഏറ്റവും പെട്ടെന്നാകും. സാർ, ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന അധികാരം സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള DDMAക്കാണെങ്കിലും അതുവരെ സർക്കാർ ഇടപെടുന്നില്ല. സാർ, അത് കഴിഞ്ഞാൽ അതിലും ഉൾപ്പെടാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ അക്കാര്യം മാനദണ്ഡങ്ങൾക്കകത്താണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നൽകിയാൽ അക്കാര്യവും പരിശോധിക്കും. സാർ, നമുക്കുള്ള സ്രോതസ്സുകൾ നാം അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള 725.6 കോടി രൂപ, അതാണ് നമ്മൾ ടൗൺഷിപ്പിലെ വീടുകളുടെയും പൊതു മാനദണ്ഡങ്ങളുടെയും സംവിധാനം ഉണ്ടാക്കുന്നത്. സാർ, കോടതി ഇടപെടലിലൂടെ STRF മാനദണ്ഡങ്ങളിൽ നിന്ന് മാറ്റി ലഭ്യമായ 120 കോടി രൂപ. സാർ, അതുപയോഗിച്ചുകൊണ്ടാണ് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സാർ, 120 കോടി രൂപയിൽ നമ്മൾ നിരവധി റോഡുകൾ, ബഹുമാനപ്പെട്ട MLAക്ക് അറിയാവുന്നതുപോലെ ചൂരൽമല ഹൈസ്കൂൾ റോഡ്, ചൂരൽമല മുണ്ടക്കൈ റോഡ്, ചൂരൽമല ന്യൂ വില്ലേജ് റോഡ്, ചൂരൽമല ന്യൂ വില്ലേജ് ഓഫീസ് ഗോപിമൂല റോഡ്, മുണ്ടക്കൈ പുഞ്ചിരിമറ്റം റോഡ്, പുഞ്ചിരിമറ്റം വനറാണി റോഡ്, GLPSൻ്റെ 8th നമ്പർ റോഡ്, ഇങ്ങനെ അവിടെ ഇതുമായി തകർന്ന എല്ലാ റോഡുകളും പുനഃസംഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. സാർ, ഈ റോഡുകളിലുള്ള വൈദ്യുതി വിതരണ സംവിധാനം അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാക്കാനും സോളാർ എനർജി ബാറ്ററി ബാങ്കിങ് സംവിധാനം സ്ഥാപിക്കാനും എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ ആദ്യഘട്ടത്തിലാണ്. സാർ, നമ്മൾ ആദ്യം നൽകിയ അടിയന്തര ദുരിതാശ്വാസ മെമ്മോറാണ്ടം പരിഗണിച്ച് അധികം തുക ഒന്നും തന്നെ തരാതിരുന്ന ഘട്ടത്തിൽ കോടതി ഇടപെട്ടാണ് ആദ്യഘട്ടത്തിലെ 120 കോടിയെങ്കിലും കിട്ടിയത്. സാർ, പുന്നപ്പുഴയുടെ ഉള്ളിലും കരകളിലും നോഗോ സോണായി മാറുകയും ചെയ്ത ഭൂമിയിൽ അവശിഷ്ടങ്ങൾ മാറ്റി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ട ചെലവ് വരുന്ന തുക പൂർണ്ണമായും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ചെലവഴിക്കാനും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തിരികെ ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട്. സാർ, ടൗൺഷിപ്പ് നിർമ്മാണം, റോഡ് നിർമ്മാണം എന്നിവയ്ക്കായി
ദുരന്ത അവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്താനും അതുവഴി പുതിയ പാറ ഖനനം പരമാവധി കുറയ്ക്കാനുമാണ് സാർ ഈ നടപടിക്രമങ്ങളിലൂടെ ലഭ്യമാകുന്നത്. സാസ്കയിൽപ്പെട്ട് നമുക്ക് ചില ലോണുകൾ അനുവദിച്ചിട്ടുണ്ട്. ആ ലോണിൻ്റെ ഭാഗമായിട്ടുള്ള 16 പദ്ധതികൾ ഇപ്പം നമ്മൾ തയ്യാറാക്കുകയാണ്. ടൗൺഷിപ്പിലുള്ള പൊതു റോഡുകൾ, അതുപോലെ തന്നെ പുന്നപ്പുഴയുടെ കരകെട്ടാനുള്ള നടപടികൾ. സാർ അവിടെ ഫയർഫോഴ്സിൻ്റെ 3 സ്റ്റേഷനുകൾ വൈത്തിരിയിലും തൊണ്ടർനാടും പനമരത്തും. സാർ നമ്മുടെ മുട്ടിൽ മേപ്പാടി റോഡ്. സാർ ചൂരൽമലയിലെ പുതിയ പാലം ഏറ്റവും ആധുനികമായ രീതിയിൽ 2 പുന്നപ്പുഴയുടെ കരയിലോ തീരത്തോ കാലുകളില്ലാത്ത വിധം പാറകളെ ബന്ധിപ്പിച്ച റോഡ്. സാർ വെള്ളാർമല സ്കൂൾ, നമ്മുടെ അഭിമാനമായ ഉണ്ണിമാഷുടെയും മക്കളുടെയും സ്കൂൾ. സാർ വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം 15 കോടി രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. 110 kV സബ്സ്റ്റേഷൻ്റെ എൽസ്റ്റോൺ ടൗൺഷിപ്പ്. സാർ അവിടെ കരാപ്പുഴയിലെ MLD വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, 6 ഹെലിപ്പാഡുകൾ. സാർ അവിടെ 8 മൾട്ടിപർപ്പസ് ഷെൽട്ടറുകൾ. ഇങ്ങനെ തുടങ്ങി 16 പദ്ധതികൾക്ക് കടമായി കിട്ടിയ പണമാണെങ്കിലും അത് വിനിയോഗിക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള നടപടികളും ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാർ PDNA അനുസരിച്ച് നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഒരു പണവും ഇതുവരെ ആ കാര്യത്തിൽ നമുക്ക് ലഭ്യമായില്ലെങ്കിലും ആ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. PDNA പ്രകാരം വയനാട്ടിൽ പ്രത്യേകമായ ചില നടപടികൾ ആവശ്യമാണ്. അവയിൽ ചിലത് നടപ്പിലാക്കാനും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സാർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, പഴശ്ശിരാജ കോളേജ് എന്നിവ ചേർന്ന് വയനാട്ടിലെ പനമരത്തു പഴശ്ശിരാജ കോളേജിൽ ആധുനിക എക്സ്പാൻഡ് റഡാർ സ്ഥാപിക്കുകയും പഴശ്ശിരാജ കോളേജിൽ റഡാർ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങളിലും ദുരന്ത ലഘൂകരണത്തിലും പുതുതലമുറയെ പഠിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു കോഴ്സ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ റഡാർ സ്ഥാപിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പഴശ്ശിരാജ കോളേജിൽ ആ സ്ഥലം ഇപ്പോൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സാർ കവചത്തിൻ്റെ മുന്നറിയിപ്പ് സംവിധാനം വയനാട്ടിൽ 5 ഇടങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സൈറണുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സാർ വയനാട്ടിൽ വളർത്തുമൃഗങ്ങളെ ദുരന്ത സമയത്ത് സംരക്ഷിക്കാനുള്ള താൽക്കാലിക ഷെൽട്ടറുകൾ തുടർന്ന് വേണ്ടിവരുമോ, പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന് കരുതി നിർമ്മിക്കാനുള്ള നടപടിയുടെ അവസാന ഘട്ടത്തിലാണ്. സാർ വയനാട്ടിൽ കൂടുതൽ സൂക്ഷ്മമായ ഉരുൾപൊട്ടൽ പ്രവചന സംവിധാനം സ്ഥാപിക്കാൻ അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റിയുമായി സംസ്ഥാന ദുരന്ത അതോറിറ്റി, നിവാരണ അതോറിറ്റി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. സാർ തീവ്ര ദിനാവസ്ഥ നിരീക്ഷണത്തിനായി വയനാട്ടിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് കൂടുതൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, സാസ്കിയിൽപ്പെട്ട് ഒരു ഹെലികോപ്റ്ററും 3 അഗ്നി രക്ഷാ സേനാ കേന്ദ്രങ്ങളും 8 താൽക്കാലിക ദുരിതാശ്വാസ ഷെൽട്ടറുകളും ഇതിനകം വയനാട്ടിൽ വരുന്നുണ്ട്. സാർ ഇവയെല്ലാം വയനാട്ടിലെ ദുരന്ത പ്രതിരോധ ശേഷി ദീർഘകാലാടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. സാർ ഈ ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തി നടത്തിയ പ്രവർത്തനങ്ങൾ, പലതവണ വയനാട്ടിലും തിരുവനന്തപുരത്തുമായി നടത്തിയ സർവകക്ഷി യോഗങ്ങൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും. സാർ ഈ മന്ത്രിസഭയിൽ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്തു. സാർ 4 മന്ത്രിമാർ ക്യാബിനറ്റിൻ്റെ പ്രത്യേക ചുമതലക്കാരായി ഞങ്ങൾ അവിടെ നിൽക്കുകയുണ്ടായി. വയനാട്ടിലും തിരുവനന്തപുരത്തും സർവകക്ഷി യോഗങ്ങൾ മാത്രമല്ല, സാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കിഫ്ബിക്ക് ചുമതലയേൽപ്പിച്ചു. ദുരന്താഘാതം വിലയിരുത്തുന്നതിന് സാങ്കേതിക വിദഗ്ധരുടെ ഒരു ടീമിനെ നിയോഗിച്ചു. 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു. സാർ അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് സ്പോൺസർമാരുടെ പ്രത്യേക യോഗം ചേർന്നു. സാർ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരും അടങ്ങുന്ന ഉപദേശക സമിതിയും ചീഫ് സെക്രട്ടറി ചെയർപേഴ്സണായ ഏകോപന സമിതിയും നിശ്ചയിച്ചു. സാർ അവിടെ ഈ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രത്യേകമായ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ചു. സാർ പ്രാഥമിക കണക്കുകൾ വിലയിരുത്തി ദുരന്തബാധിതരുടെ എണ്ണം നിശ്ചയിക്കുകയും ഇവരെ വിവിധ വിഭാഗങ്ങളിലായി ഉൾപ്പെടുത്തി ലിസ്റ്റുകൾ തയ്യാറാക്കി അവസരം നൽകി പരാതി തീർത്ത് അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. സാർ വീടുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയ സംഘടനകളുമായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വീട് പണിയുന്നതിനുള്ള പണം ചർച്ച ചെയ്യുകയുണ്ടായി. അത് 30 ലക്ഷത്തിൽ നിന്ന് എല്ലാ അഭ്യർത്ഥനയും മാനിച്ച് 20 ലക്ഷം എന്ന് തീരുമാനിച്ചു. നാം ആരും എഞ്ചിനീയർമാരല്ല. ആ വീടിൻ്റെ ഏതെങ്കിലും സ്പെസിഫിക്കേഷൻ മാറ്റുകയല്ല. 20 ലക്ഷത്തിലധികം വരുന്ന തുക ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് വഹിക്കാം എന്ന ഉത്തരവാദിത്തം. സാർ ഈ ലിസ്റ്റുകളൊന്നും അന്തിമമല്ല, പല ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് പുനരധിവാസത്തിൻ്റെ ലിസ്റ്റാണ്. കടബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
സാർ, മൈക്രോ പ്ലാനിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുമുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുന്ന നടപടികളാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുന്നു. അനന്തമായി നീളുന്ന ഒട്ടും ആലോചനയില്ലാത്ത ഒരു പദ്ധതിയല്ല, മറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് തയ്യാറാക്കിയ വളരെ വേഗം നടപ്പാക്കാവുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സാർ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പരാതികളെല്ലാം നമ്മൾ കേൾക്കും, സാധ്യമായതിനെല്ലാം പരിഹാരമുണ്ടാക്കും. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളായിരിക്കും സാർ അവിടെ നടപ്പിലാക്കുക. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പുതിയ കേരള മോഡൽ തന്നെ പുനരധിവാസ രംഗത്തുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.